തലച്ചോറിന്റെ നിർദ്ദേശമനുസരിച്ച് രക്തം പമ്പ് ചെയ്യുന്ന ഒരു അവയവം മാത്രമാണ് ചിലർക്ക് ഹൃദയം. എന്നാൽ മറ്റു ചിലർക്കാകട്ടെ അത് സ്നേഹവും വികാരങ്ങളും ഓർമ്മകളുമെല്ലാം കുടികൊള്ളുന്ന ഇടമാണ്. ഹൃദയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളുടെ പരിണാമം പരിശോധിക്കുമ്പോൾ പുരാതന സമൂഹം, യൂറോപ്യൻ മധ്യകാലഘട്ടം, നവോത്ഥാനം എന്നിവയിലൂടെ ആധുനിക കാലം വരെ കല, സംസ്കാരം, മതം, ശാസ്ത്രം എന്നിവയിൽ ഹൃദയത്തിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം ഒഴിവാക്കാൻ കഴിയുന്നതല്ല. യഥാർത്ഥത്തിൽ ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നത് നമ്മുടെ വൈകാരികവും ദൈനംദിന ജീവിതവും പോലെ രസകരമായ കാര്യമാണ്. കൂടാതെ ഈ പ്രധാനപ്പെട്ട അവയവത്തെക്കുറിച്ച് അത്യാധുനിക ശാസ്ത്രം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നതെന്നും പരിശോധിക്കാം. ഹൃദയം മിടിക്കുന്നുണ്ടെങ്കിൽ അത് ജീവനുണ്ടെന്നതിൻ്റെ തെളിവാണെന്നാണ് പുരാതന മനുഷ്യർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഹൃദയം വേഗത്തിൽ മിടിച്ചാൽ അത് പ്രണയം അല്ലെങ്കിൽ ഭയത്തിൻ്റെ ലക്ഷണമാണ്. എന്നാൽ ഹൃദയം മിടിക്കാതെ ഇരുന്നാൽ മരിച്ചുവെന്നാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. മരിച്ച ഒരാളുടെ ശരീരം വേഗത്തിൽ തണുക്കുന്നത് പോലെ ശരീരത്തെ ചൂടോടെ കാത്തു സൂക്ഷിക്കാൻ ഹൃദയം ഒരടുപ്പ് പോലെ പ്രവർത്തിക്കണമെന്ന് അവർ കരുതിയിരുന്നു. നമ്മുടെ ശരീരത്തിലെ വികാരങ്ങളുടെ ഇടമാണ് ഹൃദയം. പ്രണയം, സ്നേഹം, സന്തോഷം, ദേഷ്യം, പേടി എന്നിവയുടെ എല്ലാം ഉറവിടം ഹൃദയമാണ്. നമ്മുടെ ശരീരത്തിന് നടുക്കായി സ്ഥിതി ചെയ്യുന്ന ഈ സുപ്രധാന അവയവം അവബോധത്തിൻ്റെയും ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും സ്ഥാനമായാണ് അവർ കണക്കാക്കിയിരുന്നത്. ദൈവവുമായി ബന്ധപ്പെടാനുള്ള ഒരാളുടെ വഴി ഹൃദയത്തിലൂടെയായിരുന്നു. മനുഷ്യൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലും സംസ്കാരത്തിലും ഹൃദയത്തിൻ്റെ പങ്ക് കൗതുകകരമായ നിരവധി വഴിത്തിരിവുകൾ കൈവരിച്ചിട്ടുണ്ട്. സഹസ്രാബ്ദങ്ങളായി ഹൃദയത്തെ അവയവങ്ങളുടെ രാജാവും ആത്മാവ് കുടികൊള്ളുന്ന ഇടമായും കരുതിയിരുന്നു. എന്നാൽ യൂറോപ്യൻ നവോത്ഥാനത്തോടെ ഹൃദയത്തിന് അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും കേവലം രക്തം പമ്പു ചെയ്യുന്ന ഒരു അവയവം മാത്രമായി ചുരുങ്ങുകയും ചെയ്തു. എന്നാൽ ഏതാണ്ട് അതേ കാലയളവിൽ തന്നെ പ്രണയത്തെയും ദൈവത്തെയും പ്രതിനിധീകരിച്ച് ഹൃദയത്തെ ചിത്രീകരിക്കാൻ തുടങ്ങി. താമസിയാതെ കലയിലും സാഹിത്യത്തിലും ഹൃദയത്തിൻ്റെ ചിഹ്നം ശ്രദ്ധേയമായ സ്ഥാനം നേടി. നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം എന്നതിലുപരിയായി നമ്മുടെ സ്നേഹവും പ്രണയവും വികാരങ്ങളുമെല്ലാം പ്രകടിപ്പിക്കാനുള്ള ഒന്നായാണ് നാം ഹൃദയത്തെ കാണുന്നത്. വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് കൈകൾ നാം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്? എൻ്റേത് എന്ന് പറയുമ്പോൾ നാം കൈവിരൽ ചൂണ്ടുന്നത് എവിടെയാണ്? ഉറപ്പായും തലയിലല്ല, അല്ലേ? കുടുംബത്തോടുള്ള സ്നേഹം നിലനിൽക്കുന്ന ഇടം ഹൃദയമാണെന്ന് നിരവധി പേർ വിശ്വസിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നതെന്നും പലരും കരുതുന്നു. എന്നാൽ ഹൃദയത്തിന് നമ്മുടെ ശരീരത്തിലുള്ള ധർമ്മം എന്തെന്ന് ചോദിക്കുമ്പോൾ രക്തം പമ്പ് ചെയ്യുകയാണെന്ന് നാം പറയും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് ഹൃദയമെന്നതാണ് നമ്മുടെ പൂർവികർ കരുതിയിരുന്നത്. ഇന്ന് സന്ദേശങ്ങളും ഇമെയിലുകളും അയക്കുമ്പോൾ നാം ഹൃദയത്തിൻ്റെ ഇമോജികളാണ് ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ലൈക്ക് ചെയ്യുന്നതും ഹൃദയത്തിൻ്റെ ചിഹ്നം അമർത്തിയാണ്. വീഡിയോ ഗെയിം കളിക്കുമ്പോഴാകട്ടെ എത്ര പേർ ജീവനോടെയുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഹൃദയത്തിൻ്റെ എണ്ണം നോക്കിയിട്ടാണ്. നമ്മുടെ സംഗീതത്തിലും സാഹിത്യത്തിലും കലയിലും ഹൃദയത്തെ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഹൃദയം ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്ന ഒരു അവയവമാണെന്ന് വിശ്വസിക്കുമ്പോഴും പ്രതീകാത്മകമായി അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലായിടത്തുമുണ്ട്. തലച്ചോറും ഹൃദയവുമായി ഏറെ സജീവമായ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ന്യൂറോ കാർഡിയോളജി ഗവേഷണ മേഖല. 40,000-ൽ പരം ന്യൂറോണുകൾ ഉള്ള ഒരു നാഡീവ്യൂഹം ഹൃദയത്തിനുണ്ട്. ഹൃദയത്തെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും ഓർമ്മിക്കാനും പ്രാപ്തമാക്കുന്ന ഒരു ചെറിയ മസ്തിഷ്കം പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. തലച്ചോറിലേക്ക് ഹൃദയം സന്ദേശങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ അയക്കുന്നു, തലച്ചോറ് തിരിച്ചും. ഹൃദയം ക്രമമായി ഒരേ താളത്തോടെ മിടിക്കുമ്പോൾ അത് തലച്ചോറിനെ പ്രചോദിപ്പിക്കുകയും വേദനകളെ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൻ്റെ ക്രമം തെറ്റിയുള്ള മിടിപ്പ് ഉത്കണ്ഠയ്ക്കും പരിഭ്രാന്തിക്കും ഇടയാക്കും. ഹൃദയം തലച്ചോറിന് സമാനമായ അളവിൽ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹൃദയത്തെക്കുറിച്ചുള്ള പുരാതന വീക്ഷണങ്ങൾ നാം കരുതിയതിനേക്കാൾ കൂടുതൽ സത്യം ഉൾക്കൊള്ളുന്നുണ്ട്.